എല്ലാവർക്കും നമസ്കാരം. ശുക്രൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് 5 ദിവസം മുൻപ്, അതായത് ജൂൺ 29-ാം തീയതി രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ രാശിമാറ്റത്തിൻ്റെ ആ ഒരു ശരിയായ പ്രഭാവം ആരംഭിക്കുന്നത് നാളെ ശനിയാഴ്ച മുതലായിരിക്കും. അതായത് നാളെ ശനിയാഴ്ച മുതൽ ജൂലൈ മാസം 26-ാം തീയതി വരെ ശുക്രൻ ഇടവത്തിൽ തന്നെ സഞ്ചരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്കറിയാം, സർവ്വവിധ ഭൗതിക സുഖങ്ങളുടെയും നിയന്താവായിട്ടാണ് ജ്യോതിഷശാസ്ത്രം ശുക്രനെ കൽപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ വീട്, വാഹനം, വിവാഹം, സൗഹൃദം, പ്രണയം, തൊഴിൽ, അതിനോടൊപ്പം ധനാഗമനം, അങ്ങനെ തുടങ്ങി സർവ്വ ഭൗതിക നേട്ടങ്ങളുടെയും കാരകസ്ഥാനത്താണ് ഈ ശുക്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്താ, അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിലുള്ളത്? അങ്ങനെ തന്നെയാണ്. തീർച്ചയായും. ഇതിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ, പ്രണയം, വിവാഹം, സൗഹൃദങ്ങൾ എന്നിവയെ ശുക്രൻ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ കലയോടുള്ള താൽപ്പര്യം, സംഗീതം, നൃത്തം, ചിത്രകല, ആഡംബര വസ്തുക്കളോടുള്ള ഇഷ്ടം, ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം കാരകനാണ് ശുക്രൻ. പ്രധാനപ്പെട്ട ഒന്ന്, ഭൗതികമായ നേട്ടങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം എന്നിവയും ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശുക്രൻ അനുകൂല സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം, സംതൃപ്തി, ആനന്ദം എന്നിവയെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം അനുകൂലമാണെങ്കിൽ ഈ മേഖലകളിൽ അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതുകൊണ്ടാണ് ശുക്രൻ ഉദിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശുക്രപകർച്ച നിങ്ങളിൽ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കും എന്നാണ് ഇതിൽ വിശദമായി നോക്കാൻ പോകുന്നത്. പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ശുക്രൻ ഗുണം മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലാണ്. ഇത് ഈ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ ശുക്രൻ നിൽക്കുന്ന രാശിക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ശുക്രൻ അവിടെ ന്യൂട്രലാകും. അതേ തുടർന്ന് ശുക്രൻ തരുന്ന ഗുണങ്ങൾ അത് നേരെ വിപരീതമായി പരിണമിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ ഇവിടെ ശുക്രൻ ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തമോഗ്രഹങ്ങളുടെ ആ നീചദൃഷ്ടി കൊണ്ട് അത് ദോഷമായി മാറുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും ഈ 12 രാശിക്കാരിൽ 5 രാശിക്കാർക്ക് ശുക്രൻ സ്വരാശിയിലേക്ക് വന്നതുമൂലം സർവ്വവിധ സൗഭാഗ്യങ്ങളും തരുമെന്ന് തന്നെ നിശ്ചയമായും പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ 5 പേർ ചേർന്നാണ് ഈ ശുക്രൻ്റെ രാശി പകർച്ച പ്രവചിക്കാൻ പോകുന്നത്. നമസ്കാരം പിഷാരടി. നമസ്കാരം. രാശി പകർച്ച കൃത്യമായി ഗ്രഹനില വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. ഞാൻ പറയേണ്ട രാശിക്കാരുടെ 12 ഭാവങ്ങളും സെപ്പറേറ്റായി ഗണിച്ചെടുത്തിട്ടുണ്ട്. നമസ്കാരം സ്മൃതി. നമസ്കാരം തിരുമേനി. നമസ്കാരം വർമാജി. നമസ്കാരം. ആരംഭിക്കാം. ശരി, എന്നാൽ അങ്ങനെയാകട്ടെ. പിഷാരടി തന്നെ തുടങ്ങി വെച്ചോളൂ. നമസ്കാരം. ജ്യോതിഷപ്രകാരം ശുക്രൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. നിലവിൽ ശുക്രൻ മേടം രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുമ്പോൾ മേടം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഉണ്ടാകാൻ സാധ്യതയെന്ന് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മേടം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം സാമ്പത്തികമായി വലിയ ഉണർവ് നൽകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാകാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ പ്രമോഷനോ പ്രതീക്ഷിക്കാം. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും നല്ല മാറ്റങ്ങളുണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നേറ്റും. നിലവിലുള്ള ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാകും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തും ഇത് അനുകൂലമായ സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനും ഈ സമയം സഹായിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. ചെറിയ അസുഖങ്ങൾ വേഗം ഭേദമാകും. മാനസികമായി സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും. സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള താൽപ്പര്യം കൂടാനും സ്വന്തം രൂപത്തിലും ഭംഗിയിലും കൂടുതൽ ശ്രദ്ധിക്കാനും സാധ്യതയുണ്ട്. ദോഷങ്ങൾ.
ധൂർത്തൊഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആഡംബര വസ്തുക്കളോട് അമിതമായ താൽപ്പര്യം തോന്നാം. ഇത് സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണമായേക്കാം. ഇത്രയുമാണ് മേടം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് ഇടവം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇടവം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവുണ്ടാകാം. ബിസിനസ്സിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്തങ്ങളോ നിക്ഷേപങ്ങളോ ഗുണകരമായേക്കാം. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് സന്തോഷം കൊണ്ടുവരും. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ തിളങ്ങാനും ഇത് സഹായിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ക്രിയാത്മകമായ കഴിവുകളുള്ളവർക്കും അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. സ്വന്തം സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉപരിവിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും യുക്തിയും പുലർത്തുന്നത് നല്ലതാണ്. ആരോഗ്യം പൊതുവെ നല്ലതാണെങ്കിലും അമിതമായ ഭക്ഷണവും മടിയും കാരണം ശരീരഭാരം കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് പ്രധാനമാണ്. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് മിഥുനം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് പറയാം. മിഥുനം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകെട്ടാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാകാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് സന്തോഷം കൊണ്ടുവരും. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ തിളങ്ങാനും ഇത് സഹായിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ക്രിയാത്മകമായ കഴിവുകളുള്ളവർക്കും അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. സ്വന്തം സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉപരിവിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കാതെ ശ്രദ്ധിക്കുക. അമിതമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് നിരാശയിലേക്ക് നയിച്ചേക്കാം. ഇത്രയുമാണ് മിഥുനം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ലക്ഷ്മി നോക്കിയാലോ? നമസ്കാരം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് കർക്കിടകം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കർക്കിടകം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും വൈകാരിക കാര്യങ്ങളിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. പ്രണയിക്കുന്നവർക്ക് പങ്കാളിയുമായി കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളില്ലെങ്കിലും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. ജോലിയുടെ കാര്യത്തിൽ പൊതുവെ അനുകൂലമായ സമയമാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും മേലധികാരികളുടെ പ്രശംസ നേടാനും സാധിക്കും. പുതിയ അവസരങ്ങൾ ചിലപ്പോൾ തേടിയെത്തിയേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. മാനസികമായി സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. ഇത് ശാരീരിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശുക്രന്റെ ഈ മാറ്റം
ചിലപ്പോൾ അമിതമായ വൈകാരിക ചാഞ്ചല്യങ്ങൾക്ക് കാരണമായേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി പ്രതികരിക്കാനുള്ള പ്രവണത കണ്ടേക്കാം. ഇത് വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് ചിങ്ങൻ രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വ്യക്തിത്വത്തിൽ കൂടുതൽ ആകർഷകത്വം നൽകുകയും ചെയ്യും. മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് മെച്ചപ്പെടും. ഇത് സാമൂഹിക ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന പണമിടപാടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ തിളങ്ങാനും ഇത് സഹായിക്കും. കലാരംഗത്തും ക്രിയാത്മകമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ അനുകൂലമാണ്. സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനും മറ്റുള്ളവരുടെ പ്രശംസ നേടാനും സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. ഊർജ്ജസ്വലതയും ഉന്മേഷവും വർദ്ധിക്കും. മാനസികാരോഗ്യം മെച്ചപ്പെടും. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ അഹങ്കാരത്തിലേക്കോ ആഡംബര പ്രിയത്തിലേക്കോ നയിച്ചേക്കാം. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കാൻ പ്രവണത കാണിക്കാം. ഇത് സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണമായേക്കാം. ഇനി നിലവിൽ ശുക്രൻ രാശി മാറുന്നത് കന്നിരാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കന്നിരാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കാനോ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കടബാധ്യതകൾ കുറയുകയും ചെയ്യും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. നിലവിലുള്ള അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. മാനസികമായി കൂടുതൽ ഊർജ്ജസ്വലതയും ഉന്മേഷവും അനുഭവപ്പെടും. ഇത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി പ്രതീക്ഷിക്കാം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാനുള്ള സാധ്യതയും കാണുന്നു. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ വിമർശന സ്വഭാവത്തിലേക്ക് നയിച്ചേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ വിമർശിക്കാനുള്ള പ്രവണത ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം. ഇത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് കന്നിരാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. വർമാജി നോക്കിയാലോ? നമസ്കാരം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് തുലാം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. തുലാം രാശിക്കാർക്ക് സ്വന്തം രാശിയുടെ അധിപനായ ശുക്രന്റെ ഈ രാശിമാറ്റം പൊതുവെ വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ ആകർഷകത്വം വർദ്ധിക്കും. മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് മെച്ചപ്പെടും. ഇത് സാമൂഹിക ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഗുണകരമാകും. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. തെറ്റിദ്ധാരണകൾ മാറും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ തിളങ്ങാനും ഇത് സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്.
മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം. ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവർദ്ധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. കലാരംഗത്തും ക്രിയാത്മകമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ അനുകൂലമാണ്. സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനും മറ്റുള്ളവരുടെ പ്രശംസ നേടാനും സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. ഊർജ്ജസ്വലതയും ഉന്മേഷവും വർദ്ധിക്കും. ഇത് മാനസിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ അലസതയിലേക്കോ ആഡംബരപ്രിയത്തിലേക്കോ നയിച്ചേക്കാം. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ വരുത്താനും അനാവശ്യമായ ചിലവുകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ധൂർത്ത ഒഴിവാക്കുകയും ബഡ്ജറ്റ് പാലിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് വൃശ്ചികം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വൃശ്ചികം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുക, പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും വൈകാരിക ജീവിതത്തിലും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും, നിലവിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും അടുപ്പം വർദ്ധിക്കുകയും ചെയ്യും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. പങ്കാളിയുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ വരുമാന വർധനവോ അപ്രതീക്ഷിത ധനലാഭമോ ഉണ്ടാകാം. നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ജോലിയുടെ കാര്യത്തിൽ പൊതുവെ അനുകൂലമായ സമയമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. മാനസികമായി സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ഇത് ശാരീരിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അംഗീകാരം നേടാനും അവസരങ്ങൾ ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്ത് സാധാരണ രീതിയിലുള്ള പുരോഗതി പ്രതീക്ഷിക്കാം. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ വൈകാരിക തീവ്രതയിലേക്ക് നയിച്ചേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി പ്രതികരിക്കാനുള്ള പ്രവണത കണ്ടേക്കാം. ഇത് വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കും പിണക്കങ്ങൾക്കും വഴിവെച്ചേക്കാം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് ധനുരാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ധനുരാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുക, പ്രത്യേകിച്ചും നിങ്ങളുടെ ഭാഗ്യത്തിലും സാഹസികതയിലും. പുതിയ യാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കാം. അത് പഠനത്തിനോ വിനോദത്തിനോ വേണ്ടിയാകാം. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാനും പുതിയ അറിവുകൾ നേടാനും ഈ സമയം സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം. വിദേശത്തു നിന്നോ ദൂരദേശങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന് സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്, പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപങ്ങൾക്ക്. മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ഗവേഷണങ്ങളിലും പഠനങ്ങളിലും മികച്ച വിജയം നേടാൻ സാധിക്കും. പുതിയ ഭാഷകൾ പഠിക്കാനോ വിദേശത്ത് പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങും. വ്യക്തിബന്ധങ്ങളിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രണയബന്ധങ്ങൾ ദൃഢമാകാനും പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വിശ്വാസവും ധാരണയും ഉണ്ടാകും. സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും, പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും. ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിൽക്കും. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിത പ്രതീക്ഷകളിലേക്കും സാഹസികതയിലേക്കും നയിച്ചേക്കാം. നന്നായി ആലോചിക്കാതെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കോ മറ്റു പ്രശ്നങ്ങൾക്കോ വഴിവെച്ചേക്കാം. ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. സ്മൃതി പറഞ്ഞോളൂ. നമസ്കാരം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് മകരം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മകരം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുക. എങ്കിലും പല പ്രധാന മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവുണ്ടാകാം. ജോലിയുടെ കാര്യത്തിൽ ഇത് അനുകൂലമായ സമയമാണ്. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാം, അല്ലെങ്കിൽ പുതിയ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും.
ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും സാധിക്കും. വിവാഹിതർക്ക് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റിയ സമയമാണിത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. ചെറിയ അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാം. ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിർത്താൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തും ഈ സമയം അനുകൂലമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും. പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കും. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിത ജോലിഭാരത്തിലേക്ക് നയിച്ചേക്കാം. ജോലിയോടുള്ള അമിതമായ പ്രതിബദ്ധത കാരണം വ്യക്തിപരമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് കുംഭം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കുംഭം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനും ഇത് സഹായിക്കും. സാമൂഹിക ഒത്തുചേരലുകളിലും പൊതുപരിപാടികളിലും നിങ്ങൾ കൂടുതൽ തിളങ്ങാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരയവുണ്ടാകാം. പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നുകിട്ടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ. നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും സാമൂഹികമായ ഇടപെടലുകളിലൂടെ. ക്രിയാത്മകമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ അനുകൂലമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ അറിവുകൾ നേടാനും സാധിക്കും. ഗ്രൂപ്പ് പഠനങ്ങളിലൂടെ കൂടുതൽ പ്രയോജനം നേടാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമായേക്കാം. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിത സ്വാതന്ത്ര്യബോധത്തിലേക്കോ അല്ലെങ്കിൽ അലസതയിലേക്കോ നയിച്ചേക്കാം. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അമിതമായി പണം ചിലവഴിക്കാൻ പ്രവണത കാണിക്കാം. നിലവിൽ ശുക്രൻ രാശി മാറുന്നത് മീനം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഗുണങ്ങൾ. ആദ്യമായി ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മീനം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ആത്മീയവും ആന്തരികവുമായ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധ്യാനം, യോഗ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരഴിവുണ്ടാകാം. ഒളിഞ്ഞുകിടക്കുന്ന വരുമാനമാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്, പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപങ്ങൾക്ക്. വ്യക്തിബന്ധങ്ങളിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും, പ്രത്യേകിച്ചും ആഴമുള്ളതും വൈകാരികവുമായ ബന്ധങ്ങളിൽ. പങ്കാളിയുമായോ പ്രണയിക്കുന്നവരുമായോ കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമായേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും. മാനസികാരോഗ്യം മെച്ചപ്പെടും. ഇത് ശാരീരികാരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും സാധിക്കും. കലാരംഗത്തും ക്രിയാത്മകമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ അനുകൂലമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആഴമുള്ള വിഷയങ്ങൾ പഠിക്കാനും സാധിക്കും. ഗവേഷണങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും താൽപര്യം വർദ്ധിക്കും. ദോഷങ്ങൾ. ഇനി ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിത ചിന്തകളിലേക്കോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലേക്കോ നയിച്ചേക്കാം. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അമിതമായി പണം ചിലവഴിക്കാൻ പ്രവണത കാണിക്കാം. ഇത്രയുമാണ് മീനം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ഇത്രയുമാണ് ശുക്രൻ ഇടവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാർക്കും ഈ രാശി പകർച്ചയുടെ ഭാഗമായി വന്നു ചേരുന്ന ആ ഗുണദോഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ 5 പേർക്കും കിട്ടിയിരിക്കുന്നത്. പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ താഴെ മെസ്സേജിനോടൊപ്പം തരികയാണെങ്കിൽ അത് വരും ദിവസങ്ങളിലെ പൂജകളിലേക്ക് ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.